ചെമ്മീൻ കറി അഥവാ കൊഞ്ച് കറി കേട്ടോ. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ കടുക്, 2-3 വറ്റൽമുളകൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മൂക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് ചേർത്ത് നമുക്കൊന്ന് 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുവിധം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് 2 സവോളയും കൂടെ സ്ലൈസ് ചെയ്തിട്ടോ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് ഒരു തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് 2-3 മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് വീണ്ടും ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് അടച്ച് വെക്കാം കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട്. അതിലേക്ക് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. മസാലയുടെ പച്ചമണം മാറുന്നവരൊന്ന് വഴറ്റിന് ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്കൊന്ന് തിളപ്പിക്കാം. തിളച്ചതിന് ശേഷം മസാലയൊക്കെ ഇവിടെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് കൊഞ്ചും കൂടെ ചേർത്ത് നമുക്കൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. വെന്തതിന് ശേഷം നമുക്കൊന്ന് ചതച്ച കുരുമുളക് ചേർത്ത് കൊടുക്കണം കേട്ടോ. കുരുമുളക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നല്ലൊരു ചെമ്മീൻ കറി ഇവിടെ